السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم. 234 പരിശോധിക്കാം. 234 ആദ്യത്തെ ആയത്താണേ. والذين يتوفون منكم അവിടെ ഒന്ന് മണിക്കണം കേട്ടോ. മിൻകും നൂനുസാക്കിനക്ക് ശേഷം അഥവാ സുക്കൂൻ വരുന്ന കാഫിന് നൂനിന് ശേഷം കാഫ് വന്നാൽ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒരാളാണ് കാഫ് വന്നാൽ ഇഖ്ഫ ബിഗുന്ന ഹറക്കത്തൈൻ ഒരു ദീർഘത്തിൻ്റെ അളവിൽ ഒരു സാധാരണ ദീർഘത്തിൻ്റെ അളവിൽ മണിക്കാൻ സമയമെടുക്കണം. മിൻകും എന്ന് മണിക്കണം. വല്ലദീന യുതവഫൗന മിൻകും. ഓക്കെ, ബാക്കി വയദറൂന അസ്വാജൻ യതറബ്ബസ്ന بأنفسهن 4 أشهر وعشرا. ഇനി അവിടം വരെ ഓതി നോക്കാം. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشرا. أوديو فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير.
ഒന്നും കൂടെ ഓതാം, എല്ലാവർക്കും കൂടെ ഒന്നിച്ചോതാം. റെഡി. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റാ. കൂടെ ശ്വാസം കിട്ടിയിട്ടില്ല അല്ലേ? കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അസ്വാജൻ എന്നിടത്തൊന്ന് നിർത്താം, അസ്വാജ എന്ന്. എന്നിട്ട് അസ്വാജൻ അല്ലെങ്കിൽ വയദറൂന മുതൽ വീണ്ടും ഓതാം. ശരി. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റാ. ഇപ്പം നന്നായി ശ്വാസം കിട്ടിയല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് ഓതിയാൽ മതി, അത്ര തന്നെ കേട്ടോ. ഓക്കെ. ഓതിക്കോളൂ. فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. ബാറക്കല്ലാഹു ലക്കും വലനാ ബിൽ ഖുർആനിൽ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 234, 235 വചനങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. കഴിഞ്ഞ വചനത്തിൽ മുലകുടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, വല്ലദീന യുതവഫൂന മിൻകും, നിങ്ങളിൽ നിന്ന് മരണമടയുന്ന ആളുകൾ. തവഫ എന്ന പൂർണ്ണമായി എടുത്തു, മരണമടഞ്ഞു എന്നൊക്കെയാണ്. ഈ ദുനിയാവിലെ ജീവിതം പൂർണ്ണമാക്കി മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് തവഫ എന്ന പദം മരണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മരണപ്പെടുന്ന ആളുകൾ, വയദറൂന അസ്വാജ, നിങ്ങളുടെ ഭാര്യമാരെ ഈ ദുനിയാവിൽ വിട്ടേച്ചു കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ ഭാര്യമാരെ വിട്ടേച്ചു കൊണ്ട് നിങ്ങളിൽ നിന്ന് മരണമടയുന്ന ആളുകൾ, അഥവാ ഭർത്താക്കന്മാർ മരണപ്പെട്ട സ്ത്രീകൾ, യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ, യതറബ്ബസ്ന അവർ കാത്തിരുന്നു കൊള്ളട്ടെ, ബിഅൻഫുസിഹിന്ന അവരുടെ ശരീരത്തിൻ്റെ വിഷയത്തിൽ, അർബഅത അശ്ഹുരിൻ വഅശ്റ 4 മാസവും 10 ദിവസവും. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരണമടഞ്ഞ സ്ത്രീകൾ, ഭാര്യമാർ, അവർ ഇദ്ദ ആചരിക്കണം 4 മാസവും 10 ദിവസം. പ്രധാനമായും വിവാഹ സംബന്ധമായ എല്ലാ ആലോചനകളിൽ നിന്നും വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ വലിയ വലിയ സൗന്ദര്യ ഉപയോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അലങ്കാരങ്ങൾ ഉപേക്ഷിക്കുക. ഇങ്ങനെ 4 മാസവും 10 ദിവസവും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയുക. അതാണ് ഇദ്ദ എന്ന് പറയുന്നത്. മറ്റ് അവരുടെ വീട്ടിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നതിനോ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിനോ ഒന്നും യാതൊരു വിരോധവും ഇസ്ലാം വെച്ചിട്ടില്ല. വലിയ അലങ്കാരങ്ങൾ ഒഴിവാക്കുക. അതുപോലെ വിവാഹ സംബന്ധമായ എല്ലാ ആലോചനകളിൽ നിന്നും അവർ ഈ 4 മാസവും 10 ദിവസവും പൂർണ്ണമായും
വിട്ടു നിൽക്കേണ്ടതുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇത് സംബന്ധമായിട്ടുണ്ടായിരുന്നു. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ ഒരു വർഷത്തോളം അവർ വീട്ടിൻ്റെ പുറത്ത് വേറൊരു ഒരു സ്ഥലം ഉണ്ടാക്കി അതിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർക്ക് എല്ലാവിധത്തിലുമുള്ള മനുഷ്യൻ എന്ന നിലക്കുള്ള അവകാശങ്ങൾ പോലും ഹനിക്കപ്പെട്ടിരുന്നു. ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മാറാപ്പുകൾ അവരുടെ മേൽ ചാർത്തപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും ഇസ്ലാം സ്ത്രീകളെ എന്നല്ല മനുഷ്യരെ മുഴുവൻ മോചിപ്പിക്കുകയാണ് ചെയ്തത്. വയദഉ അൻഹും ഇസ്റഹും വൽ അലാലല്ലതി കാനത് അലൈഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് എന്താണ് നിർവഹിച്ചത്, എന്താണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അവിടെ പ്രധാനമായി എടുത്തു പറഞ്ഞത് അവരുടെ മേൽ ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നു. ദുരാചാരങ്ങളുടെ ഭാരങ്ങൾ, അതൊക്കെ ആ പ്രവാചകൻ എടുത്തു വെച്ചു. ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടുകളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അവരെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചു. അങ്ങനെ ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും മാറാപ്പുകൾ പേറിയിരുന്ന സമൂഹത്തെ അത്തരത്തിലുള്ള എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും ഇസ്ലാം മനുഷ്യരെ മുഴുവൻ സ്വതന്ത്രമാക്കുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളും ഒരുപാട് അനാചാരങ്ങളുടെ തടവറകളിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. അതിൽ നിന്നെല്ലാം ഇസ്ലാം അവരെ മോചിപ്പിച്ചു. 4 മാസവും 10 ദിവസം അവർ ഇദ്ദാചരിക്കുക, വിവാഹത്തെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക, അതുപോലെ തന്നെ വലിയ അലങ്കാരങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുക. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഇസ്ലാം അവർക്ക് തടസ്സം പറഞ്ഞിട്ടില്ല. ഇതാണ് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുടെ ഇദ്ദ. എന്നാൽ ഭർത്താവ് മരണമടയുമ്പോൾ ഒരു സ്ത്രീ, ഭാര്യ ഗർഭിണിയാണെങ്കിൽ അവളുടെ വിധി വേറെയാണ്. അവളുടെ ഗർഭം അഥവാ പ്രസവം എപ്പോഴാണ് നടക്കുന്നത് അതുവരെയാണ് അവരുടെ ഇദ്ദ. എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ സ്ത്രീ പ്രസവിച്ചത് എങ്കിൽ ആ ഭാര്യയുടെ ഇദ്ദ അതോടുകൂടി അവസാനിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഅദ് ബിൻ ഖൗല എന്ന് പറയുന്ന സഹാബി മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി തേടി എത്രയാണ് ഇദ്ദ ആചരിക്കേണ്ടത്, അവൾ ഗർഭിണിയാണ്, പ്രസവിക്കാൻ ഇനി ഏതാനും മാസങ്ങളുള്ളൂ, അതായത് 1-2 മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഹൗലയോട് സഅദ് ബിൻ ഖൗലയുടെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ പ്രസവിക്കുന്നത് വരെ ഇദ്ദ ആചരിക്കുക എന്നാണ്. അപ്പോൾ ഗർഭിണിയായ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ അവളുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരെയാണ് എന്ന് സൂറത്തു തലാഖിൽ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഫൈദാ ബലഗന അജലഹുന്ന, അങ്ങനെ അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന, അവരുടെ വിഷയത്തിൽ അവർക്ക് ഇച്ഛിക്കുന്നത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ബിൽ മഅറൂഫ്, നല്ല നിലക്ക്. അപ്പോൾ നല്ല നിലക്ക് ലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ആ സ്ത്രീ ഉൾപ്പെടുന്ന കുടുംബത്തോടാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾക്ക് അവളുടെ വിഷയത്തിൽ വിവാഹാലോചന നടത്താം. അതല്ല ഇനി അവൾ വിധവയായി തന്നെ തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയും ആവാം. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നു. ആ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് ഏതാണ് ഖൈർ എങ്കിൽ അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതിനെ സംബന്ധിച്ചൊക്കെ അള്ളാഹ്ക്ക് അറിയും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വചനം അള്ളാഹ് അവസാനിപ്പിക്കുന്നത്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, വലാ ജുനാഹ അലൈക്കും ഫീമാ അർറത്തും ബിഹി മിൻ ഖിത്ബത്തിൻ നിസാ. ഇത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ അടങ്ങുന്ന കുടുംബത്തോടും സമൂഹത്തോടുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്.
വലാ ജുനാഹ അലൈക്കും നിങ്ങളുടെ മേൽ തെറ്റില്ല ഫീമാ അറദ്തും ബിഹി മിൻ ഖിത്ബത്തിൻ നിസായി ഈ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ വിഷയത്തിൽ വിവാഹാലോചനയെ സംബന്ധിച്ച് അറദ്തും ബിഹി അതിനെപ്പറ്റി നിങ്ങൾ സൂചന നൽകുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല. 4 മാസം 10 ദിവസം വിവാഹാലോചന നടത്താൻ പാടില്ല എന്നുള്ള പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള സൂചന കൊടുക്കാം. ഔ അക്കനന്തും ഫി അൻഫുസിക്കും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ അങ്ങനെ രഹസ്യമാക്കി വെക്കുന്നതിലും തെറ്റില്ല. മനസ്സിൽ വെക്കാം, കുടുംബത്തിൽ നല്ലൊരാളുണ്ട്, അവനെ കൊണ്ട് നമുക്ക് വിവാഹം കഴിപ്പിക്കാം എന്നൊക്കെ മനസ്സിൽ വെക്കുന്നതിലും നിങ്ങൾക്ക് തെറ്റില്ല. അലിമല്ലാഹു അന്നക്കും സതദ്കുറൂനഹുന്ന അലിമല്ലാഹു മനസ്സിലാക്കിയിരിക്കുന്നു അന്നക്കും സതദ്കുറൂനഹുന്ന തീർച്ചയായും നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഈ സ്ത്രീ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഭർത്താവ് സ്ത്രീ എനിക്ക് വിവാഹം കഴിക്കാം എന്നൊരാൾ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന ആൾ ചിലപ്പോൾ ആ സ്ത്രീനെ പറ്റി ഓർക്കും, അതിനൊന്നും തെറ്റില്ല. എന്നാൽ രഹസ്യമായും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരുമായി വിവാഹ വാഗ്ദാനത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ പരസ്യമായാലും രഹസ്യമായാലും ഈ 4 മാസം 10 ദിവസം വിവാഹം സംബന്ധിച്ചുള്ള കരാറിൽ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. ഇല്ല അൻ തഖൂലു ഖൗലൻ മഅറൂഫ മാന്യമായ വാക്കുകൾ സംസാരിക്കുക എന്നല്ലാതെ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ചില സൂചനകളൊക്കെ കൊടുക്കാം എന്നല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള വിവാഹ സംബന്ധമായ കരാറുകളിലും ഏർപ്പെടാൻ പറ്റാത്ത അസിമു ഉഖ്ദത്തൻ നിക്കാഹി ഹത്താ യബ്ലുൽ കിതാബു അജ്ല. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങൾ വിവാഹ സംബന്ധമായ കരാറിൽ സംബന്ധിച്ചുള്ള നിശ്ചയത്തിൽ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല, വിവാഹം സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലും നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. ഹത്താ യബ്ലുൽ കിതാബു അജ്ല അള്ളാഹുവിൻ്റെ വിധി അതിൻ്റെ അവധി എത്തുന്നത് വരെ. ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ വിധി എന്നൊക്കെ. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധി ഈ വിഷയത്തിൽ 4 മാസം 10 ദിവസം ഇതാചരിക്കുക, അതിനുശേഷം വിവാഹാലോചനകൾ നടത്തുക എന്നതാണ്. അത് പൂർത്തിയാകുന്നത് വരെ വിവാഹ സംബന്ധമായ നിശ്ചയങ്ങളിലോ തീരുമാനങ്ങളിലോ കരാറുകളിലോ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. അയലമോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹി യഅലമു മാ ഫീ അൻഫുസിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നു. ഫഹ്ദറൂഹു അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണം. വഅലമു നിങ്ങൾ അറിയണം അന്നല്ലാഹു ഗഫൂറുൻ ഹലീം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് അള്ളാഹ്ക്കറിയാം. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവനോട് പശ്ചാത്തപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.